ഹായ്, നമ്മളിന്ന് ചേകാടിയിലുള്ളത്, അതായത് പുൽപ്പള്ളിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ വന്നാൽ മനോഹരമായ ഒരു ഗ്രാമം കാണാം. ആ ഗ്രാമത്തിൽ നല്ല ഒരു ചായക്കട അജിയേട്ടനുണ്ട്. ഹായ് ഹായ് അജിയേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, ഇങ്ങനെ പോകുന്നു. ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. എന്താണ് ഇവിടുത്തെ സ്പെഷ്യലൊക്കെ? അതായത് വയനാടിന്റെ GI രജിസ്ട്രേഷൻ കിട്ടിയേക്കുന്ന ഗന്ധകശാല എന്നുള്ള റൈസ് ഉണ്ട്. അത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന, അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആ ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ചേകാടിയായ കറിക്കൂട്ടുകൾ കൊടുത്തുകൊണ്ട്, അതേപോലെ തന്നെ പുതിന ചമ്മന്തി, നമ്മളുണ്ടാക്കിയ പുതിന ചമ്മന്തി, അച്ചാറ്, നമ്മളുണ്ടാക്കിയ അച്ചാറ്, ഇങ്ങനെയുള്ള ഒരു തനി എത്തിനിക്ക് വിഭവം. ഇതാണ് വയനാടിൻ്റെ ടൂറിസത്തിന് വേണ്ടത്. പക്ഷേ ഇതാണ് കിട്ടാത്തത്. ഇത് ഞങ്ങൾ വിളമ്പുന്നു. അതിനു മുമ്പ് ഞാൻ കൃഷിയാണ്. അതിനു മുമ്പ് 3 വർഷം കോപ്പറേറ്റീവ് കോളേജിൽ വർക്ക് ചെയ്തിരുന്നു അധ്യാപകനായിട്ട്. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ടൂറിസം മേഖല വളരെ വ്യത്യസ്തമായി കൊണ്ടുവരണമെന്നും വയനാടിൻ്റെ ടൂറിസം വിളമ്പണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് വിദേശ സഞ്ചാരികൾ വരുന്നതുകൊണ്ട് നമ്മൾ വയനാടിൻ്റെ രുചിക്കൂട്ടുകളും തനതായ സംസ്കാരങ്ങളും കൊടുക്കുക എന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ട് നിൽക്കുന്നതാണ്. അത് ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് ഞാൻ വിസിറ്റേഴ്സ് ബുക്ക് വെക്കുന്നുണ്ട്. ഒരു ദിവസം 1 or 2 ആൾക്കാരെ കൊണ്ട് മാത്രമേ അതിൻ്റെ വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതിക്കുള്ളൂ. കാരണം എന്നിട്ട് പോലും വലിയ 200 പേജ് പോലെയുള്ള വലിയ ബുക്കിൽ 8 ബുക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. അത് ഇനിയും തീരും എന്നുള്ള കാര്യം. ഇപ്പോൾ മുരുകൻ കാട്ടാക്കട വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ജയറാം ഫിലിം അവർ വന്നിരിക്കുന്നു. അതേപോലെ കേരളത്തിന്റെ ശിഖ സുരേന്ദ്രൻ ഡയറക്ടർ. ഇത്ര ആൾക്കാരൊക്കെ പറഞ്ഞാൽ പുറകിൽ നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാത്ത? അതെന്നല്ല, വയനാട്ടിൽ വരുന്ന യൂട്യൂബേഴ്സ്, ഏറ്റവും കൂടുതൽ ആളുകൾ യൂട്യൂബേഴ്സ് എത്ര ആൾ വന്നില്ല, അതിന്റെ ഫേമസ് ആയ ആളുകൾ തന്നെയാണ്. ഈ ആ ചോറ് എന്ന് പറയുമ്പോ ശരിക്കും ഒരുപാട് ആയുർവേദ ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ഗന്ധകശാല, അതായത് നമ്മൾ ഗന്ധകശാല മാത്രം, അന്യം നിൽക്കുന്ന ഗന്ധകശാലയാണ് വയനാട് നിന്ന് മാറ്റപ്പെടുന്ന ഒരാണ്. അത് ആരോമാറ്റിക് റൈസ് ആണ്. പച്ചരിയാണ്. ഇത് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതാണ്. ഇത് അന്യം നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഔഷധ ഗുണമുള്ളതും വളരെ ടേസ്റ്റിയുമാണ്. ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത്. അത് നമ്മുടെ ചമ്മന്തിയും അതേപോലെ തന്നെ ഈ ജീരകശാലയുടെ ഒരു പ്രത്യേക റൈസാണ്. ബിരിയാണിയാണെന്ന് ചോദിച്ചാൽ അതല്ല, ബിരിയാണി അല്ല, അങ്ങനെയല്ല. നമ്മുടെ ജോബി അനുഭവിച്ചതാണ് അദ്ദേഹം. അതാണ് ഞാൻ പറയാൻ വന്നത്. വെച്ചാല് ഒത്തിരി യൂട്യൂബേഴ്സ് അത് കഴിച്ചതാണ്. അത് അങ്ങനെ കഴിച്ചതാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇവിടെ അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ നല്ലത് എന്ന് പറയുമ്പോൾ അതിനെന്താ പ്രത്യേകത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 3 ഇലട ഞാൻ പൊതിച്ച് കഴിച്ചു. അതായത് അത്ര ഓർഗാനിക് ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. പെട്ടെന്ന് വന്ന് പനവരത്ത് കൂടെ പുൽപ്പള്ളിക്കുള്ള റൂട്ടിൽ വന്ന് കുറുവ റൂട്ടിൽ കൂടെ കയറിയാൽ ചേകാടി എത്തും. സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹായ്, നമ്മളിന്ന് ചേകാടിയിലുള്ളത്, അതായത് പുൽപ്പള്ളിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ വന്നാൽ മനോഹരമായ ഒരു ഗ്രാമം.